ഏവർക്കും സൂപ്പർ വൺ ചാനലിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ്സിലെ ഉദ്ഗ്രഥിതം 2ാം ദിവസത്തെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ചിത്രങ്ങൾ തന്നിട്ട് കുട്ടികൾ ലഘുവാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ ചിത്രം, ഈ ചിത്രങ്ങൾ മുഴുവനും പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത്തെ ചിത്രം പൂവ് ചിരിച്ചു എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ കുട്ടികൾക്കറിയാം കുരുവി തേൻ കുടിക്കുകയാണ് എന്നുള്ളത്. അത് കുരുവി തേൻ കുടിക്കുന്നു എന്ന് എഴുതിയാലും കിളി തേൻ കുടിക്കുന്നു എന്നോ അല്ലെങ്കിൽ പക്ഷി തേൻ കുടിക്കുന്നു എന്നോ കുട്ടികൾക്ക് ഏതാണോ എഴുതാൻ സൗകര്യം ആ രീതിയിൽ എഴുതി ചേർത്താൽ നമുക്ക് മാർക്ക് നൽകാവുന്നതാണ്. രണ്ടാമത്തെ പ്രവർത്തനം വലിയ മരം എന്നുള്ളതാണ്. കുട്ടി വലിയ മരം എന്ന് എഴുതാൻ കുട്ടിക്ക് അറിയാവുന്നതാണ്. അത് ആ രീതിയിൽ തന്നെ എഴുതാനാവുന്നതാണ്. മൂന്നാമത്തെ ചിത്രം നോക്കിയാൽ അറിയാം, കുളത്തിൽ തവളയാണ്. ആ രീതിയിൽ തന്നെ കുളത്തിൽ കാന്നും ള എന്നുള്ള അക്ഷരവും കുട്ടിക്കറിയാം, ത എന്നുള്ള ഇരട്ടിപ്പ് കുട്ടിക്കറിയാവുന്നതാണ്. ആ രീതിയിൽ തന്നെ കുളത്തിൽ തവള എന്ന് എഴുതാവുന്നതാണ്. നാലാമത്തെ ചിത്രം നോക്കിയാൽ അറിയാം, മരത്തിലിരിക്കുന്ന ഒരു പക്ഷിയെയാണ്. പക്ഷിയെന്നോ കിളിയെന്നോ കുരുവിയെന്നോ എഴുതിയാലും ശരിയായിരിക്കാം. മരത്തിൽ കിളിയെന്നോ മരത്തിൽ പക്ഷിയെന്നോ എഴുതി ചേർത്താൽ മതി. അടുത്തതായിട്ടുള്ള ചിത്രം പക്ഷികൾ പറക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പറവ പറക്കുന്നു എന്നോ പറവ പറന്നു എന്നോ ഏതാണോ കുട്ടിക്ക് എഴുതാൻ സൗകര്യം ആ രീതിയിൽ തന്നെ എഴുതി ചേർത്താൽ മതി. ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്വന്തമായിട്ട് കുട്ടികൾ വാക്യങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ ക്ലാസ്സിൽ നിരന്തരം ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുന്നില്ല. അടുത്ത ഭാഗം പൂവുകളെ കുറിച്ചുള്ളതാണ്. പൂവുകളും നമ്മൾ നേരത്തെ നന്നായിട്ട് തന്നെ ഈ പൂവുകളെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. പൂവുകളെ ഓരോന്നിൻ്റെയും നിറങ്ങളുടെയും മണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചതാണ്. അതുപോലെ തന്നെ ഇതളുകൾ നമ്മൾ നന്നായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പാട്ടുകളൊക്കെ ചേർത്തതാണ്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ളത് പൂക്കൾക്ക് യോജിച്ച നിറം നൽകൂ എന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ കുട്ടികൾ കണ്ട പൂവുകൾ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കറിയാം ഇതിനാവശ്യമുള്ള നിറം ഏതാണെന്നുള്ളത്. ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടിയും നേരിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കുട്ടികൾ ഈ പൂവുകൾ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അതേപോലെ തന്നെ മണത്തൊക്കെ നോക്കിയതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് യാതൊരു പ്രയാസവും ഈ ഒരു പ്രവർത്തനം വഴി ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ വെള്ള നിറത്തിലുള്ള ഒരു പൂവിൻ്റെ പേരെഴുതൂ എന്ന് തന്നിട്ടുണ്ട്. അതും കുട്ടികൾക്ക് എഴുതാൻ പ്രയാസമില്ല. വെള്ള നിറത്തിലുള്ള പൂവുകളും കുട്ടികൾ പരിചയപ്പെട്ടതാണ്. കുട്ടികൾ പാട്ടിലൂടെയൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് എഴുതാവുന്നതാണ്. ഈ ഭാഗത്ത് വരാൻ സാധ്യതയുള്ള മറ്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പൂവുകളെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്താനുള്ള പ്രവർത്തനം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതായത് ചുവന്ന പൂവിനെ എല്ലാം ഒരു പട്ടിക, നീലപ്പൂവിനെ എല്ലാം ഒരു പട്ടിക, വെള്ളപ്പൂവിനെ മറ്റൊരു പട്ടികയിലേക്ക് മാറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറിച്ചാണെങ്കിൽ അതിനെ വരച്ച് യോജിപ്പിക്കാനായിരിക്കും ഉണ്ടാവുക. ആ ഒരു കാറ്റഗറിയിലും പൂവുകളുടെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കൂടാതെ നമ്മൾ ഇതളുകൾക്ക് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാട്ട് 1ാം ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ഇതളുകളായിട്ട് ബന്ധപ്പെട്ട് പാടിയിട്ടുണ്ടായിരുന്നു. 5 ഇതളല്ലോ എന്നുള്ള പാട്ട്. അതുകൊണ്ട് തന്നെ 5 ഇതളുള്ള പൂവുകളെ വരച്ച് ചേർക്കാനുണ്ടാവും. അല്ലെങ്കിൽ 5 ഇതളുള്ള പൂവുകളുടെ പേരെഴുതാനുണ്ടാവും. ഈ രീതിയിലെല്ലാം തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ പൂവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ. അതും എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. പൂവിൻ്റെ നിറങ്ങളും പൂവിൻ്റെ പേരുകൾ എഴുതാൻ നിശ്ചയമില്ലാത്തവർക്ക് പൂവിൻ്റെ പേരുകൾ എഴുതാനും അവരെ സഹായിച്ചു കൊടുക്കുക. തീർച്ചയായിട്ടും പൂവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതും എന്ത് ചെയ്യണം, കുട്ടികൾക്ക് നല്ല രീതിയിൽ എഴുതാൻ അവരെ പര്യാപ്തമാക്കണം. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത് വരുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പൂവുകളുടെ ഇത് കൂടാതെ ഇവിടെ തന്നിരിക്കുന്ന പൂവുകളെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പൂവുകളുണ്ട്. ആ പൂവുകളെ കൂടി കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. കാരണം ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് പൂവുകളേ ഉള്ളൂ. അപ്പോൾ മറ്റു പൂവുകൾ കൂടി ഈ ഒരു അവസരത്തിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനുള്ള ഒരവസരം കൂടിയാണ് ഇത്.
അടുത്തതായി തന്നിരിക്കുന്നത് നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. ഇത് ഇവിടെ തന്നിരിക്കുന്നതിൽ വായനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ വായിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആ ഒരു ചിത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വായനയ്ക്ക് നമുക്കറിയാം, വായനയ്ക്ക് നല്ല പ്രാധാന്യമാണ് 1-ാം ക്ലാസ്സിൽ നൽകുന്നത്. 3 മാസത്തിനകം തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വാക്യങ്ങൾ അവർ സ്വന്തമായിട്ട് വായിക്കാൻ കഴിവുള്ളവരായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് വായനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം പച്ച നിറം. അപ്പോൾ കുട്ടി ചെയ്യേണ്ടത് പച്ച നിറം എന്ന് സ്വന്തമായിട്ട് വായിച്ചതിന് ശേഷം ആ വാചകത്തെ ചിത്രത്തിലേക്ക് വരച്ച് ചേർക്കുകയാണ് വേണ്ടത്. അതിൻ്റെ മുന്നോടി എന്ന രീതിയിൽ കുട്ടികൾ ആ ചിത്രത്തിന് ആദ്യം നിറം നൽകണം. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ അതിലേക്ക് ആ വാചകത്തിന് വരച്ച് ചേർക്കുന്നത്. അപ്പോൾ ഓരോ വാചകവും എന്ത് ചെയ്യണം, വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം കുട്ടികൾ സ്വന്തമായിട്ട് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് വരച്ച് യോജിപ്പിക്കുകയാണ് വേണ്ടത്. ഈ പ്രവർത്തനം കുട്ടികൾക്ക് യാതൊരു പ്രയാസവും ഉള്ള ഒരു ഭാഗമല്ല. രണ്ടാമത്തെ ചിത്രവും കാക്കയാണ്. കാക്കയുടെ നിറത്തിനനുസരിച്ച് അതിലേക്ക് വരച്ച് ചേർക്കുകയാണ് അരി തിന്നും എന്നുള്ളത്. അവരുടെ ഭക്ഷണ രീതി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ നമ്മളെന്താണ്, ഓരോ ജീവികളെയും പരിചയപ്പെടുമ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ അനുകൂലനങ്ങൾ എന്ന് പറയാതെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ, വളഞ്ഞ കാലുകൾ, വളഞ്ഞ കൊക്കുകൾ, അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഭക്ഷണവും നമ്മൾ പറഞ്ഞതാണ്. ആ രീതിയിൽ തന്നെ കുട്ടികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് നേരെ വരച്ച് ചേർക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് വായന മാത്രമല്ല, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ജീവികളുടെയും പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലേക്ക് വരച്ച് ചേർക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെയുണ്ട്. അതേപോലെ തന്നെ തേൻ കുടിക്കും, മീൻ തിന്നും, വളഞ്ഞ ചുണ്ട് വീട്ടിൽ വളർത്തും. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ജീവികളെ കുട്ടികൾ തിരിച്ചറിയുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ അതിലേക്ക് വായിച്ചോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓരോ ജീവിയായിട്ടും അത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇവിടെ സ്വന്തമായിട്ട് എന്താണ് അവർക്ക് വരയ്ക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ വരയെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം അവർക്കായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ചെയ്യേണ്ടത് കോഴിയെ വരയ്ക്കാനാണ്. അപ്പോൾ അതും എന്ത് ചെയ്യണം, അവർക്ക് താല്പര്യമുള്ള ഒരു മേഖലയാണ്. അതിനുള്ള ഒരു അവസരം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. അതും എന്ത് ചെയ്യണം, കുട്ടികൾക്ക് വര ഉറപ്പ് വരുത്തുന്ന രീതിയിൽ തന്നെ കുട്ടികളുടെ കഴിവിനെ പരിഗണിച്ചുകൊണ്ട് തന്നെ അവിടെ കോഴിയെ വരയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും നല്ലൊരു പ്രവർത്തനമായിട്ട് തന്നെയാണ് തോന്നുന്നത്. അതേപോലെ തന്നെ പക്ഷികളുടെ നിറത്തിന് പ്രാധാന്യമുണ്ട്. പക്ഷികളുടെ പ്രത്യേകതകൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചോദ്യം നമ്മളെടുത്തെത്തുന്നത്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ പ്രാവശ്യവും ചോദ്യങ്ങൾ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ തന്നെ എന്താണ് ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇത്രയും പ്രവർത്തനത്തിൽ കൂടെയൊക്കെ കുട്ടികൾ കടന്നു പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷയെ സമീപിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിജയം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചോദ്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ചോദ്യങ്ങളും കുട്ടികൾക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കണം. കുട്ടികൾക്ക് നല്ല രീതിയിൽ 1-ാം ക്ലാസ്സുകാരെ ഒരു പരീക്ഷയുള്ള ഒരു പേടിയില്ലാതെ തന്നെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു.